വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ നേരിടുന്ന പ്രശ്നമാണ് താരൻ, മുടി കൊഴിച്ചൽ, മുടി തിക്ക് വയ്ക്കുന്നില്ല, ഡ്രൈ സ്കാൽപ്സ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു അടിപൊളി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്ക് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചെമ്പരത്തി ഇലയും പൂവാണ് എടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഏത് ചെമ്പരത്തിയാണുള്ളത് അതെടുക്കാം. ഞാനിവിടെ ചുവപ്പ് ചെമ്പരത്തിയുടെ ഇലയും പൂവാണ് എടുക്കുന്നത്. അപ്പോൾ ചെമ്പരത്തി ഇലയ്ക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമ്മളുടെ മുടി ഉള്ളോടെ വളർത്താനും നീളം വയ്ക്കാനും താരൻ മാറാനും ഡ്രൈ സ്കാൽപ്സ് മാറാനും എല്ലാം സഹായിക്കുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ചെമ്പരത്തി. അപ്പോൾ നമ്മളിവിടെ കുറച്ചധികം ചെമ്പരത്തി ഇലയും പൂവും വെളിച്ചിട്ടുണ്ട്. നമുക്കിതിന് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ചെമ്പരത്തി ഇല നന്നായി കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് തിരുമ്മി കൊടുക്കാം. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ചെമ്പരത്തി ഇലയും പൂവും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ചെമ്പരത്തി ഇല അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡയറക്റ്റായിട്ട് തലയിൽ തേക്കുന്നില്ല, കാരണം ഇതിൽ ചെറിയ ഇലകളൊന്നും അരഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളത് തലയിൽ തേക്കുമ്പോൾ നമ്മുടെ തലയിലത്തെ മുടി ഉണങ്ങിയാലോ അത് തലയിൽ തന്നെ ചിലത് പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു വെള്ള തുണി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് മാത്രം എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ പല്ലകലുള്ള ചീർപ്പെടുത്ത് മുടിയുടെ ചിക്ക് നന്നായി എടുത്തു കൊടുക്കാം. ചിക്കെല്ലാം നന്നായി എടുത്ത ശേഷം നമുക്കിനി ഈ ചെമ്പരത്തി ഹെയർ പാക്ക് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയെല്ലാം നന്നായി അകത്തിയെടുത്ത് ഈ സ്കാൽപ്പിൽ നല്ലോണം ആകുന്ന വിധത്തിൽ വേണം നമ്മളിത് തേച്ച് കൊടുക്കാൻ. മുടിയുടെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാ സ്ഥലത്തും നന്നായി അപ്ലൈ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നല്ല സ്കാൽപ്പിലേക്ക് നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ഒന്ന് ടൈറ്റായി ഒരു 5 മിനിറ്റ് നേരം കെട്ടുന്ന വയ്ക്കാം. ഒരുപാട് സമയം ഇത് വെക്കാൻ പാടില്ല, കാരണം തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ജലദോഷം ഇതൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കുളിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സ്കാൽപ്പിലേക്ക് നല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം മുടി നന്നായി കെട്ടി വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനുശേഷം വെച്ച തലയിൽ നമുക്ക് തണുപ്പിറങ്ങി ചിലപ്പോൾ ജലദോഷമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇത് തലയിൽ വെച്ചിട്ട് നമുക്ക് കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ്, കുളി ചെയ്യണം. അപ്പോൾ നമുക്കിനി മുടി ഒന്ന് നന്നായി തുടച്ച് വൃത്തിയാക്കി വെയിലത്ത് കാണിച്ചിട്ട് ഒന്ന് നന്നായി ഉണക്കിയെടുക്കാം. അപ്പോൾ ഈ മുടി നനഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ചീർപ്പും കൊണ്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ കൈവിരൽ ഉപയോഗിച്ച് തന്നെ നന്നായി മുടിയിട്ട് ചിക്കെടുത്ത് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും. കാരണം നമ്മൾ ചീർപ്പും കൊണ്ട് ചെയ്യുമ്പോൾ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് തന്നെ ഈ ചിക്ക് നന്നായി എടുത്തു കൊടുക്കുക. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ വെയിലത്ത് നിന്ന് മുടി ഉണക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ മാങ്ങ നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങളും എന്തായാലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഈ ചെമ്പരത്തി പാക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.